ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നേക്കണത് നല്ല അടിപൊളി ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് 1 കിലോ ബീഫ് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഒരു അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായ ഒരു 4 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടിനും കൂടി വേണ്ടോ. പിന്നെ ഒരു തക്കാളി, 3-4-5 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം. അതിനായിട്ട് ബീഫ് ഒരു പാനിലോട്ട് വെച്ചിട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ, 3-4 കഷ്ണം തക്കാളി, ഒരു 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു സവാള അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വെക്കണം. നമുക്കൊരു ഒരു ഉരുളി അടുപ്പത്ത് വെക്കാം കേട്ടോ. ഉരുളി അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് 2ആയി കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ ഉള്ള സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാണ്. ഇത് വീട് മൊത്തം, നമ്മുടെ കിച്ചണും വീടും മൊത്തം ഇങ്ങനെ ഇതിൻ്റെ സ്മെല്ലിങ്ങനെ നിൽക്കും. നമ്മുടെ വീട്ടിൽ ബീഫും നോണൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വീട് മൊത്തം അന്ന് വൈകുന്നേരം വരെ ഉണ്ടാവും. ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 2 സവാളയാണ് കേട്ടോ ഞാനത് ഇട്ട് കൊടുത്തേക്കണത്. 2 സവാള അരിഞ്ഞതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള തക്കാളി ഒരു പകുതി തക്കാളി അരിഞ്ഞതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. സ്പൈസായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1-1.25 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ബീഫ് മസാല ഒരു 2 ടീസ്പൂൺ. പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മുഴുവൻ സ്പൈസസ് ആണ് കേട്ടോ. അത് നല്ലോണം വറുത്ത് പൊടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ തയ്യാറാക്കി വെക്കാറുണ്ട്. അതൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കറികൾക്കെല്ലാം കേട്ടോ. ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഞാനൊരു മീഡിയം തക്കാളി മിക്സിയിലെ ജാറിനകത്ത് അടിച്ച് ഒരു ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ ടൊമാറ്റോ പ്യൂരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ തന്നെ ഇതിൻ്റെ കുറച്ചും കൂടി ഇത് ഉണ്ട്. അപ്പോൾ അത് വെറുതെ കളയണ്ട. നമുക്കതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കി ആ വെള്ളവും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ചേർത്ത് യോജിപ്പിച്ച് ഒന്ന് സെറ്റാവട്ടെ. നമ്മൾ ആ മാഗ്നേറ്റ് ചെയ്തേക്കണ ബീഫ് ഞാൻ കുക്കറിൽ ഒരു 2 വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വേവ് അനുസരിച്ച്
ഓരോരുത്തർക്കും മാറ്റമുണ്ട്. എനിക്കൊരു 2 വിസിൽ മതി. ബാക്കി ഞാൻ ഇങ്ങനെ ഉരുളിനകത്ത് തന്നെ ഇട്ട് യോജിപ്പിച്ച് ഈ ടൈമിൽ ഇതിനകത്ത് ഒഴിച്ചിട്ട് സിമ്മിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. നമുക്കത് കുക്കറിൽ വെച്ചേക്കണത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബീഫ്. പകുതി ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ബീഫ് കിട്ടിയേക്കണത് നല്ല നെയ്യുള്ള ബീഫാണ്. നെയ്യ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നെയ്യാണ് ഈ പൊങ്ങിക്കിടക്കണത് കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇനി ഈ ചാറ് മൊത്തം ഒന്ന് കുറുകി വരണം. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ആ ഗരം മസാല ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കണത് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇത് ഇടുമ്പോഴേ. നല്ല പോത്തിറച്ചിയായിരുന്നു ഇന്ന് കിട്ടിയത് കേട്ടോ. അടിപൊളിയായിരുന്നു. എൻ്റെ സ്മെല്ലുകൊണ്ട് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റണ്ടായില്ല. നല്ല സ്മെല്ലായിരുന്നു. നമുക്കിത് ഇങ്ങനെ വേവിച്ചാൽ പറ്റില്ല. നല്ല അടച്ച് വെച്ച് സിമ്മിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം നമുക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാനിത് തുറന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് പോരാത്ത ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കണ്ടായിരുന്നു. ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. ഉപ്പ് ഇത്തിരി കുറവ് പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ബീഫിനകത്ത് ഇവിടെ ഒന്നില്ലെങ്കിൽ പച്ചക്കായ അല്ലെങ്കിൽ നമ്മുടെ കപ്പ ഇതൊക്കെ ഇട്ട് വേവിക്കാറുണ്ട്. അപ്പം ഇന്ന് കായ കിട്ടിയില്ലായിരുന്നു. അപ്പം ഒരു ചെറിയ കപ്പയുടെ പകുതി ഞാൻ ഒരു 3-4 കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കപ്പ. അപ്പം ഇതിനെ വേറെ അടുപ്പിൻ്റെ അടുത്തോട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കാം. നമുക്ക് ബീഫ് ഫ്രൈയുടെ കാര്യങ്ങൾ നോക്കണ്ടേ അപ്പം ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായി വന്നപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ഇതുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ബാക്കിയുള്ള സവാള ഒരു സവാള അരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് അധികം മൂക്കൊന്നും വേണ്ട. എന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മൾ ബീഫ് ഇട്ട് വയ്ക്കും. പിന്നെ ഞാൻ ഇത്തിരി തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് ഇത്തിരി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബീഫ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇതെല്ലാം ആദ്യം തന്നെ കിടന്ന് റെഡി ആയിക്കോളും. സവാള ഒരുപാട് അങ്ങോട്ട് മൂക്കണ്ട. ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് ഒന്ന് പോയായിരുന്നു കേട്ടോ. അതാണ് പെട്ടെന്ന് ലൈറ്റ് ഒന്ന് മങ്ങിയത്. അപ്പം തന്നെ വരികയും ചെയ്ത്. നമുക്കിനി ഇതിനകത്തോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 1-1.25 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല, കുറച്ച് മല്ലിപ്പൊടി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് മാറ്റി വെച്ചേക്കണ ബീഫ് ഇട്ട് കൊടുക്കണം. അപ്പം അതൊന്ന് മൂത്തിട്ടുണ്ട്.
പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ബീഫ് ഇട്ടു. ഇനി ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മുളക്, ചതച്ച മുളകില്ലേ, അത് ഇത്ര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇനി ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി യോജിപ്പിക്കുക. അടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. വീണ്ടും ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കാം നമുക്ക്. ഫ്രൈ ആയി വരുന്ന വരെ നമുക്ക് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം, മൂടി വെക്കണം. ഇത് തന്നെ പരിപാടി നമുക്ക്. സൺഡേ ആയിട്ട് എല്ലാവരുടെ വീട്ടിലും ഒന്നുമില്ലെങ്കിൽ ബീഫ്, ചിക്കൻ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ബീഫ് ഫ്രൈ നമ്മുടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് മറ്റേ ബീഫ് കറി ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് കറി റെഡി ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കറിവേപ്പിലയൊക്കെ വിതറി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില പിന്നെയും പിന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബീഫ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. സവാളയൊക്കെ കട്ട് ചെയ്ത് എൻ്റെ മുകളിലിട്ട് അതും അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.